പിന്നെ ഈ ഡേ കെയറിലെ പ്രിൻസിപ്പൾ മാറി മാറി വരുന്നത് പോലെ അടുക്കളയിലും ജോലി ചെയ്യാൻ ആള് മാറി മാറി വന്നിരിക്കണം. അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. നല്ല ഐഡിയ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും, പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ കാലുവാരുകയും ചെയ്യും. എന്റെ അമ്മൂമ്മ അങ്ങ് ചെന്നൈയിൽ ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നയാ. അടുക്കള ജോലിയൊക്കെ വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്നിങ്ങനെ മടി പിടിച്ച് പോകുമ്പോഴാണ് പിന്നെ ചെന്നൈ പോയിട്ട് മടിയെ കാണിക്കുന്നത്. അങ്ങനെ മടി പിടിക്കരുതെന്നാ പറഞ്ഞത്. ഓക്കെ, അടുക്കള ജോലിയോട് എന്തിനാമാത്ത എവിടെന്ന് വന്നടേ? എന്തെങ്കിലും ഒന്ന് വായിന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കാണ് കൗണ്ടർ അടിക്കാനായിട്ട് ഞാൻ കണ്ണൂത്തി പൊടി കൂടെ. ആ പറഞ്ഞല്ലോ ശരിയാണല്ലോ. ഇവിടെ അടുക്കളയിൽ എന്തോ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ പോണെന്നൊരു വിളംബരം നാം കേട്ടു. എന്താണ്? അതെ, കേട്ടതൊക്കെ സത്യമാണ്. ഇനി മുതൽ ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾ അടുക്കളയിൽ കയറില്ല. ബാക്കി 4 ദിവസം ഞാനും കനവും കയറും. അപ്പൊ 3 ദിവസം പട്ടിണിയാ? അല്ല, നിങ്ങൾ കയറിക്കണോ അടുക്കളയില്? ഞങ്ങളോ? പിന്നല്ലാതെ. കുഴപ്പമില്ല, അങ്ങനെ ചേച്ചി വെറുതെ വള്ളി പിടിക്കണോ? പിന്നെ വേണ്ട, വള്ളിയൊന്നും അല്ല, ഇത് നടപ്പിലാക്കിയിരിക്കും. ഞങ്ങൾക്കും വേണ്ട ഇച്ചിരി വിശ്രമം. അല്ല, അമ്മൂമ്മ പറഞ്ഞല്ലോ ഞങ്ങൾ അടുക്കളയിൽ കയറിക്കോളാന്ന്. ഈ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചത് ആരെയാണ്? ഈ കനകാന്റി മാത്രം അടുക്കളയിൽ കയറി സഹായിക്കാമോ? അത് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. ഏഴായിട്ട് അമ്മൂമ്മ അടുക്കള കയറി കഴിഞ്ഞാൽ പാചകമൊന്നുമില്ല, പാചകം മാത്രമേ ഉള്ളൂ. അയ്യടാ, നീ കനകത്തിനോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ എന്തൊക്കെ കാര്യത്തിന് കനകത്തിനെ സഹായിക്കുമെന്ന്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ? പറഞ്ഞാട്ടെ. ഈ ഞായറാഴ്ച ദിവസങ്ങളാണല്ലോ നമ്മള് വീട്ടിൽ ഇച്ചിരി കൂടുതൽ ജോലിയും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞായറാഴ്ചത്തെ ഫുൾ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തോളാം. പാത്രം കഴുകലും അടിച്ചു വാരലും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാ പണിയും ഞായറാഴ്ചത്തെ ഫുൾ ജോലി. ചെറിയ ചെറിയ സഹായത്തിന് എനിക്ക് പാറുവിന് തന്നാ മതി. നമുക്ക് അടിച്ചു പൊളിക്കാം. ആഹാ, അപ്പൊ ഞായറാഴ്ചത്തെ കാര്യത്തിൽ തീരുമാനമായി. ശിവാജിന്റെ അഭിപ്രായം എങ്ങനെ? ആഴ്ചയില് 3 ദിവസം നിങ്ങൾ പണിയെടുക്കൂല. ഇല്ല, അതിൽ ഒരു ദിവസം ഞായറാഴ്ച ചേച്ചി ഡ്യൂട്ടി ഏറ്റെടുത്തു. പിന്നെ ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള 2 ദിവസം ഇവിടുത്തെ ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ എനിക്ക് ഇവൻ എന്റെ കയ്യാളായിട്ട് വേണം. നീ വേറെ ആര്? ഞാനാ? എനിക്ക് വേറെ പണിയുണ്ട്. മോള് എനിക്ക് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കാം. അയ്യോ, ചേച്ചി പ്രിൻസിപ്പൾ ആവുന്ന ദിവസം നീ ഫ്രീ അല്ലേ? അന്ന് വന്നാൽ മതി. അന്ന് ക്ലാസ് എടുക്കണ്ടേ? എന്റെ 1 മണിക്കൂർ പിള്ളേരെ പഠിപ്പിച്ചല്ലേ? ആ പഠിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്നു, കുഴപ്പമില്ല. ஆஹா, ரொம்ப அருமையான தீர்மானம். அப்படின்னா இங்க வேலை இல்லாதப்போ நான் டேக் கேர்ல வந்து ஹெல்ப் பண்றேன். ഈ തേങ്ങ എന്തിനാ പൊട്ടിച്ചാണ്? மீன் குழம்பு வைக்கிறதுக்கு லட்சு. അപ്പൊ അത് ചെലവണ്ടേ? ஆமா. താനല്ല പറഞ്ഞ തനിക്ക് എന്തെങ്കിലും പണി വേണം, ആ തേങ്ങ ചെലവിൽ കൂടി. എന്ത്? ആ തേങ്ങ ചെലവിൽ കൂടെയെന്ന്. ഞാനാ തേങ്ങ ചെലവാനാ? എന്ത് താൻ ചെറിയ ചെലവൂല്ലേ? ചെലവ് എവിടെയാ? നോക്കി എടുക്കണം. ഈ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നൈയിലല്ലേ, എനിക്കൊന്നും അറിയത്തില്ല. ഇയാള് ഈ വീട്ടിലല്ലേ? ചെലവ് എവിടെ? അവിടെ താഴെ ഉണ്ടെന്ന്. ഇതിന്റെ ബാക്കി പാതി എന്തേ അമ്മൂമ്മ? ഇതിന്റെ ബാക്കി പാതി എന്തേ? അത് ഓടിച്ചു കളഞ്ഞു. ചെലവും? അയ്യോ, അതാണ് ഇപ്പൊ അറിയാൻ വയ്യാത്ത. എങ്ങനെ ചെലവും? അത് വെച്ച് തേങ്ങ ചെലവെന്ന് അറിയാൻ പാടില്ലേ? ഇതിലിരിക്കേണ്ട സാധനം എന്തേ? ഇരിക്കേണ്ടുന്ന സാധനം ഇവിടെ ഉണ്ട്. ചേച്ചി മേടിച്ച് തിരുമു കേട്ടാ. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് വേണം ചെലവാൻ. എങ്ങനെ? പിടിച്ച് പിടി. നീക്കില്ല ഇങ്ങനെ. ഒന്നും വേണ്ട, അങ്ങനെ നിന്നാ മതി. നമ്മൾ ശരിയുണ്ട്. വേണ്ട. ഇതിന് മൂർച്ച ഒന്നും ഇല്ല. ഇതൊന്നാണ്. ഈ മൂർച്ചയിലാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. കെട്ടാൻ കുറെ പൈസ ഒക്കെ അയച്ചിരുന്നില്ലേ? വീട്ടിലേക്ക് ചിലതൊക്കെ വാങ്ങി കൊടുത്തൂടെ? അയ്യോ, ഇങ്ങോട്ട് മാറ്. ഒന്നും ആയില്ലേടി ഇത്ര നേരമായിട്ട്. ചെലവിടാ. പിന്നെ அம்மா நான் திருங்கணுமா? വേണ്ട. ഇതാണ് കേട്ടാ എക്സലൻസ്. ഞാൻ ചെയ്യാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.